ഏത് യുദ്ധത്തിന്റെ പരിസമാപ്തിയിലും നിർണായകമാകുന്നത് ഒരു എക്സ് ഫാക്ടറാണ്. കാരണം പല ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അതിൽ ഒരു ഫാക്ടർ മുന്നിട്ട് നിൽക്കുന്നു. ആ ഫാക്ടറിന്റെ പേരാണ് ട്രംപ് ഫാക്ടർ, ദ ട്രംപ് കാർഡ്. അപ്പൊ ജനുവരി 20, 2025 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആകുന്നതിന് തൊട്ട് തലേ ദിവസമാണല്ലോ യഥാർത്ഥത്തിൽ ശാന്തത വരുന്നത്, വെടിനിർത്തൽ പൂർണ്ണമായി നിലവിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ആ ട്രംപ് മാജിക്കിന്റെ പിന്നിൽ എന്ത്? ഇതാണ് ചോദ്യം. ട്രംപ് പുതിയ ആളൊന്നുമല്ല. അമേരിക്കയിൽ 4 വർഷം പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. 2016-20 കാലഘട്ടത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ട്രംപിനെ കുറിച്ച് ഇസ്രയേലിന് നന്നായി അറിയാം. ഇസ്രയേൽ അനുകൂല പ്രസിഡന്റുമാർ മാത്രമേ അമേരിക്കയിൽ വന്നിട്ടുള്ളൂ. ഇസ്രയേലിനെ എതിർക്കുന്ന ഒരു പ്രസിഡന്റും അമേരിക്കയിൽ വന്നിട്ടില്ല. കാരണം അമേരിക്കയുടെ സംവിധാനത്തെ, രാഷ്ട്രീയ സംവിധാനത്തെയും ഒരു പരിധിവരെ ഡീപ് സ്റ്റേറ്റിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ജൂയിഷ് ലോബി കൂടിയാണ്. പല ലോബികളുണ്ട്. അതിൽ പ്രമുഖമായി നിൽക്കുന്നത് ജൂയിഷ് ലോബിയാണ്, ജൂത ലോബി. അവരുടെ ലോബിയിങ് കാരണം മാത്രമല്ല, അവരാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൺട്രോൾ ചെയ്യുന്നത്, ബാങ്കിങ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. അമേരിക്കയുടെ നടുപൊടിയും യഹൂദൻ പിണങ്ങിയാൽ, ഇവിടെ ജൂതനെ പിണക്കാനാവില്ല. അറബി പിണങ്ങിയാൽ പോലും ജൂതനെ പിണക്കാനാവില്ല. ഇസ്രായേലിലുള്ള ജൂതന്മാരോടൊപ്പം തന്നെ എണ്ണം അമേരിക്കയിലും യഹൂദന്മാരുണ്ട് എന്നതും അവരെ വ്യത്യസ്തമാക്കി നിർത്തുന്നു. അപ്പൊ ട്രംപിന്റെ ഒന്നാം ഊഴത്തിൽ ട്രംപ് നിർലോഭമായ പിന്തുണ തന്നെയാണ് ഇസ്രായേലിന് നൽകിയത്. എന്നാൽ രണ്ടാം ഊഴത്തിൽ എന്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഈ അവസാന നിമിഷം ട്രംപ് വരുന്നതിന് തൊട്ട് തലേന്ന് വെടിനിർത്തലിന് സന്നദ്ധനായി? അതാണ് ചോദ്യം. അതിനെ ഒന്ന് ആഴത്തിൽ പരിശോധിക്കണം. പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. കാണാതെ പോകുന്ന കാര്യം, നമ്മൾ ഏറെ യുദ്ധത്തെക്കുറിച്ചും സമാധാന പ്രക്രിയയെക്കുറിച്ചും സംസാരിച്ച സ്ഥിതിക്ക് കാണാതെ പോകുന്ന ചില ഫാക്ടേഴ്സ് കൂടി നമുക്ക് ചികഞ്ഞെടുക്കാൻ നോക്കാം. ട്രംപ് 2.0, രണ്ടാം ഊഴം ട്രംപ് ഒരുപക്ഷെ ഒന്നാം ഊഴം ട്രംപിൽ നിന്നും വ്യത്യസ്തനായിരിക്കും, പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ട്രംപിന്റെ ടീമിന്റെ ഇന്റഗ്രൽ ഭാഗമാണ് സ്റ്റീവ് വിറ്റ്കോഫ്. ആരാണ് അദ്ദേഹം? അദ്ദേഹമാണ് ട്രംപിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമാധാന പ്രക്രിയയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള നെഗോസിയേഷനിൽ ട്രംപിന്റെ പ്രതിനിധിയായി എത്തിയത്, ദോഹയിൽ എത്തിയത് സ്റ്റീവ് വിറ്റ്കോഫ് ആണ്. അദ്ദേഹം, ട്രംപ് നമുക്കറിയാം ഒരു കച്ചവടക്കാരനാണ്, റിയൽ എസ്റ്റേറ്റ് രാജാവാണ്. ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണറാണ് സ്റ്റീവ് വിറ്റ്കോഫ്. അവിടെ തീരുന്നില്ല. ട്രംപിന് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ട് മധ്യപൗരസ്ത്യ പ്രദേശത്തെ, അറബി ലോകത്താകമാനം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ട്രംപിന് താല്പര്യങ്ങളുണ്ട്, ബിസിനസ് പങ്കാളിത്തമുണ്ട്. അതുപോലെ ഖത്തറിലെ രാജകുടുംബത്തിന്റെ ഫണ്ടുകൾ പലതും മാനേജ് ചെയ്യുന്നത് ട്രംപിന്റെ തോഴനായ സ്റ്റീവ് വിറ്റ്കോഫ് ആണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ട്രംപിന് സൗദി അറേബ്യയിൽ ഉൾപ്പെടെ ഖത്തറിലും ബഹ്റൈനിലും UAE-യിലും ഉൾപ്പെടെ അതിശക്തമായ താല്പര്യങ്ങളുണ്ട്. ഈ അറബ് രാജ്യങ്ങളെ ഒന്നും പിണക്കാൻ ട്രംപ് തയ്യാറാവില്ല. അതുകൊണ്ട് ഇസ്രായേൽ അനുകൂല നിലപാടാണ് എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റുമാർ സ്വീകരിക്കുന്നതെങ്കിൽ പോലും ഇനി ഒരുപക്ഷെ ചെറിയ സമദൂരം പ്രതീക്ഷിക്കാം. ട്രംപിന് മേൽ സമ്മർദ്ദം ഉണ്ടാകും, ഇസ്രായേലി ജൂത ലോബിയുടെ സമ്മർദ്ദം ഉണ്ടാകും. പക്ഷേ ട്രംപാണ്. ട്രംപ് സാധാരണ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അല്ല. ട്രംപിന് സ്വതസിദ്ധമായ ചില താലന്തുകളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. ആരെന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ കാര്യം നന്നായി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിയാം. അതുകൊണ്ട് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കരാർ ഒപ്പിടാമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചില നിബന്ധനകളും കൂടി അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് 11-ാം തീയതി, കഴിഞ്ഞ ആഴ്ച ജനുവരി 11-ാം തീയതി സ്റ്റീവ് വിറ്റ്കോഫിനെ ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് വിട്ട് നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി വ്യക്തമായ ഒരു കാര്യം സൂചിപ്പിച്ചു: ഇമ്മീഡിയറ്റ്ലി സൈൻ ദ ഡീൽ, ഇമ്മീഡിയറ്റ്ലി. ബിന്ദ് റിലീസ് ഒക്കെ നടന്നോളും, അതൊക്കെ അതിന്റെ വഴിയെ നടന്നോളും, സൈൻ ഇറ്റ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് അത് റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ 6 മാസം മുൻപ്, 6-7 മാസം മുമ്പ്, മെയ് 2024 മുതൽ ജോ ബൈഡൻ മുന്നോട്ട് വെച്ച അതേ പദ്ധതിയാണ്, ഏതാണ്ട് ഇതേ വ്യവസ്ഥകൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു ഡീൽ. അതിന്റെ എല്ലാ വ്യവസ്ഥകളും 2024 മെയ്യിൽ തന്നെ ധാരണയായ കാര്യങ്ങളാണ്. അതിന്റെ ക്രെഡിറ്റ് അങ്ങനെയാണെങ്കിൽ ബൈഡന് പോകേണ്ടതാണ്. പക്ഷെ അത് അന്ന് ഡീല് സൈൻ ചെയ്യാതെ
ട്രംപ് വരുന്നത് വരെ കാത്തുനിന്ന്, ട്രംപ് വരുന്നത് വരെ മാത്രമല്ല, നവംബറിൽ തന്നെ നമുക്കറിയാം ട്രംപ് ആയിരിക്കും അടുത്ത പ്രസിഡന്റ് എന്ന്. പക്ഷേ അധികാരം ഏറ്റെടുക്കുന്നതിന് തൊട്ട് തലേന്ന് മാത്രം വെടിനിർത്തൽ സാധ്യമാക്കിയതിന്റെ പിന്നിൽ ദ എക്സ് ഫാക്ടർ കോൾഡ് ഡൊണാൾഡ് ട്രംപ് ഇഫക്റ്റ് അതുണ്ട് എന്ന് നിസ്സംശയം പറയാനാകും. അതുകൊണ്ട് ട്രംപ് ഇനിയും വെസ്റ്റ് ഏഷ്യയുടെ നയം, ട്രംപിന്റെ വെസ്റ്റ് ഏഷ്യ നയം എന്ന് പറയുന്നത് കുറച്ച് അഗ്രസീവ് ആകാൻ സാധ്യതയുണ്ട്. ട്രംപ് യുദ്ധങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതൊരു ഹെഡ് മാസ്റ്റർ സിൻഡ്രോം എന്ന് വേണമെങ്കിൽ പറയാം. നോ നോൺസെൻസ്, ബട്ട് ഐ ആം ഹോൾഡിംഗ് ദ ചെയർ, നോ നോൺസെൻസ്. രണ്ട് കൂട്ടരോടും കർശനമായി പറയുകയാണ്, യുദ്ധങ്ങൾ വേണ്ട, യുദ്ധത്തിലൂടെയുള്ള വരുമാനവും വേണ്ട, പക്ഷെ ബിസിനസ് നടക്കണം. അത് അറബിയുമായിട്ട് ചേർന്നാൽ നന്നായി ബിസിനസ് ഉണ്ട്. കാരണം അറബി ലോകത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് വലിയ തോതിൽ അമേരിക്കയിലുണ്ട്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ ആ ബിസിനസ് പൊട്ടൻഷ്യൽ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അറബ് രാജ്യങ്ങളുമായി സൗഹൃദമുണ്ടാകും ട്രംപിന്. അതെന്തുകൊണ്ടാണ്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിപരമായ താല്പര്യം. രണ്ട്, അത് അഴിമതിയല്ല കേട്ടോ, അഴിമതിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വ്യക്തിപരമായ ട്രംപ് അഴിമതിക്കാരനാണെന്നോ ട്രംപിനെ അവിടെ നിന്ന് കാശടിച്ചു മാറ്റാനാണെന്നോ ഒന്നുമല്ല. പക്ഷേ യഥാർത്ഥ കാരണം മറ്റൊന്നുകൂടിയാണ്. റഷ്യയും ചൈനയും അവിടെ പിടിമുറുക്കും. അമേരിക്ക ഒന്നയഞ്ഞാൽ അറബി രാജ്യങ്ങളുടെ മേൽ വലിയ സ്വാധീനമായി റഷ്യയും ചൈനയും പെയ്തിറങ്ങും. ഈ അവസ്ഥാവിശേഷം അമേരിക്കൻ സ്റ്റേറ്റിന് സ്വീകാര്യമല്ല. അതുകൊണ്ട് എന്തു വില കൊടുത്തും പീസ് പ്രക്രിയയിൽ ചൈനയെ മാറ്റി നിർത്തുക, റഷ്യയെ മാറ്റി നിർത്തുക, അത് സാധിച്ചിരിക്കുന്നു. അത് ട്രംപിന്റെ കൂടെ നേട്ടമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ട്രംപ് ഫാക്ടർ എന്ന് പറയുന്നത് ഇനിയുള്ള നാളുകളിൽ കൂടുതൽ പ്രകടമാകും. എങ്ങനെയാണ് ഇനിയുള്ള ലോക കോൺഫ്ലിക്റ്റുകളെ ട്രംപ് കൈകാര്യം ചെയ്യുന്നത്? പീസ് പ്രക്രിയ തുടങ്ങി വെച്ചു. ഇനി ട്രംപിന്റെ കാലത്താണ് ഈ ഡീൽ പൂർണ്ണമായി നടപ്പാക്കേണ്ടത്. ഡീൽ സ്ട്രൈക്ക് ചെയ്തത് ബൈഡന്റെ കാലത്താണ് നല്ലത്. എന്നാൽ ദീർഘമായ 3 ഘട്ടങ്ങളുള്ള സുദീർഘമായ പ്രക്രിയയാണ്. അത് മാത്രമല്ല റീകൺസ്ട്രക്ഷൻ പ്ലാൻ, 2 കാര്യങ്ങളിൽ തർക്കമുണ്ടാകും. ഇസ്രയേലിന്റെ ഒരു സാന്നിധ്യം എത്രത്തോളം ഗാസയിൽ തുടരും, സൈനിക സാന്നിധ്യം, വിഡ്രോവൽ ഫിലഡൽഫി കോറിഡോറിൽ നിന്നും, നെഫ്താലി കോറിഡോറിൽ നിന്നും, മറ്റ് ഇടങ്ങളിൽ നിന്നും, തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിന്നും, റഫ അതിർത്തിയിൽ നിന്നുമൊക്കെ ഇസ്രയേലിന്റെ സേനാ പിന്മാറ്റത്തിന് ഇനിയും ഒരുപക്ഷെ കടുത്ത നിബന്ധനകൾ ഇസ്രയേൽ വെച്ചേക്കാം. ബന്ദി കൈമാറ്റം ഒരുപക്ഷെ നടന്നേക്കാം. ജീവനുള്ള ബന്ദികളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയേക്കാം. പക്ഷേ ഇനി വരാൻ പോകുന്ന ഭരണകൂടത്തിന്റെ ഒരു രൂപവും ഭാവവും ഇപ്പോഴും അജ്ഞാതമാണ്. അതേക്കുറിച്ച് ഇനിയും ചർച്ച നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഹമാസിന് കൂടി പ്രാതിനിധ്യമുള്ള ഒരു ഭരണ സംവിധാനമാണോ ഗസയിൽ ഇനി വരാൻ പോകുന്നത്? അതോ അൽഫത്ത പാർട്ടി അല്ലെങ്കിൽ മുഹമ്മദ് അബ്ബാസ് നയിക്കുന്ന ഒരു സംവിധാനം, പലസ്തീനിയൻ അതോറിറ്റിയുടെ ഒരു എക്സ്റ്റൻഷനായി ഗാസയെ കാണുമോ? ഇവിടെ എല്ലാം തന്നെ ആത്യന്തികമായി ട്രംപിന്റെ വാക്കുകൾക്ക് ഇസ്രയേലും അല്ലെങ്കിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഹമാസും അല്ലെങ്കിൽ ഗാസയുടെ നേതൃത്വവും കാതോർത്തെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണ് ഇപ്പോൾ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള മാസങ്ങളിലും ദീർഘമായ 3 മുതൽ 5 വർഷം വരെ നീളുന്ന ഒരു റീകൺസ്ട്രക്ഷൻ ഡ്രൈവാണ് നടക്കാൻ പോകുന്നത്. 90% കെട്ടിടങ്ങൾ അവിടെ നിലംപരിശായി കഴിഞ്ഞു. 90% ആളുകളും 23 ലക്ഷം ആളുകളിൽ ഏതാണ്ട് 19 ലക്ഷം ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയി ഗാസയിൽ. ലോകത്തെ തുറന്ന ജയിൽ എന്ന് മുൻ പറയപ്പെട്ടിരുന്നു. ഇപ്പൊ ലോകത്തെ തുറന്ന നരകം എന്ന് പറയാവുന്ന രീതിയിൽ നിന്നും ഇൻഫ്രാസ്ട്രക്ചർ, ആശുപത്രികൾ, സ്കൂളുകൾ, മറ്റ് കെട്ടിടങ്ങൾ, വീടുകൾ, ഫ്ലാറ്റുകൾ എല്ലാം തന്നെ പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഉള്ളത് ആഹാരമാണ്, വസ്ത്രമാണ്, മറ്റു കാര്യങ്ങളാണ്. 600 ട്രക്കുകൾ ഓരോ ദിവസവും ഐക്യരാഷ്ട്ര സംഘടനയുടെ മേൽനോട്ടത്തിൽ ഗാസയിലേക്ക് പ്രവഹിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. ഈ 600 ട്രക്കുകൾക്ക് എത്തിക്കാവുന്ന സഹായത്തിന് പുറമെ റീകൺസ്ട്രക്ഷൻ ഡ്രൈവ്, ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കാൻ അമേരിക്കയുടെ ശക്തനായ പ്രസിഡന്റിന്റെ കണ്ണുകൾ ഉണ്ടാവും. അവിടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്.